CPI നേതാവ് ആനി രാജ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആഹ്വാനം ചെയ്തതുപോലെ ഈ രാജ്യത്തെ യുവജനങ്ങളടക്കം ഇത്തരത്തിൽ വന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഈ നീറ്റ് പേപ്പർ ലീക്ക് ആകുക എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമല്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ആവർത്തിച്ച് നടക്കുന്ന ഒരു ക്രൈമാണിത്. ഇതിനെ തുടർന്ന് കുറെ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ അത് മാത്രമല്ല, പേപ്പർ ലീക്കായി അല്ലെങ്കിൽ ഒരു 2-3-4-5 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്റെ ഒരു ബന്ധു, എന്റെ ഒരു ഗ്രാൻഡ് ഡോട്ടർ എന്ന് തന്നെ പറയാം, പരീക്ഷ എഴുതിയതാണ്. ഇത് ക്യാൻസലായി. ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയിരിക്കുകയാണ് പിള്ളേർ. അപ്പോ ഇതിന്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് വളരെ വ്യാപകമാണ്. ഈ പിള്ളേരെ കോച്ചിങ്ങിന് വിട്ട് പഠിപ്പിച്ച ഒരു ചെറിയ തൊട്ട് ഭൂമിയുള്ള മനുഷ്യരായിരിക്കും. അവർ ആ ഭൂമി പണയം വെച്ചിട്ടോ വിറ്റിട്ടോ, അതല്ലെങ്കിൽ അവരെ തന്നെ, നമ്മൾ നോർത്തിൽ കാണുന്നതല്ല, അവരെ തന്നെ ഏതെങ്കിലും വലിയ ഭൂപ്രഭുവിന് പണയം വെച്ചിട്ടാണ് അവരെ പൈസ വാങ്ങി ഈ പിള്ളേരെ ഈ കോച്ചിങ്ങിന് അയക്കുകയും അവരെ പരീക്ഷ എഴുതിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഇത്രയും ഇത് ഏതാനും വിദ്യാർത്ഥികളെ മാത്രമല്ല, ഇപ്പൊ 1,00,000 വിദ്യാർത്ഥികൾ ഇതിന് പരീക്ഷ എഴുതിയെങ്കിൽ അതിന് into 5 അത്രയും ആളുകൾ ഇതിൽ ബാധിക്കപ്പെട്ടിരിക്കുക. അത്ര വലിയൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞാൽ ആ ക്രൈമില് പണിഷ്മെന്റ് ഉണ്ടാവണം. പേപ്പർ ലീക്ക് ഒരു ക്രൈമാണ്. പിള്ളേർ സൂയിസൈഡ് ചെയ്തു, അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ്. അതുപോലെ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്തെടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ശിക്ഷ ഉണ്ടായേ മതിയാവും. അതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന്. ആ ആവശ്യത്തോട് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെയുണ്ട്. ഇതിപ്പം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്തതല്ല, സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ അടക്കം ഉയർന്നു വന്ന വിദ്യാർത്ഥികളുടെ ഒരു സ്വാഭാവിക പ്രതിഷേധമാണ്. ഇനിയും മോദി സർക്കാരിന് ഇത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? ഒരു നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും? ഇല്ല, മോദി സർക്കാരിന് ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്ന് അവർ തന്നെ മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ജന്തർ മന്ദിറിൽ നമ്മളൊരു 10 പേര് 15 പേര് വരണമെങ്കിൽ തന്നെ ഒരാഴ്ച മുന്നേ പോലീസിന് പെർമിഷൻ വാങ്ങണം. അത് മാത്രമല്ല, ഇവിടെ അങ്ങനെ ഇത്ര ആളുകൾ വരാൻ പാടില്ല, 2 മണിക്കൂർ മാത്രമേ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇവർക്ക് ഈ യുവാക്കൾക്ക് പെർമിഷനും കൊടുത്തു. ഇന്ന് തന്നെ അവർ വന്നിട്ട് പെർമിഷനും കൊടുത്തു. അതേപോലെ 5 മണി വരെ പെർമിഷൻ കൊടുത്തു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഗവൺമെന്റിന് ഇതിനെ ധിക്കരിച്ചുകൊണ്ട് ഇതിനെ കണ്ടില്ല എന്നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഈ രാജ്യത്തിന്റെ ഭാവിയെ, ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഇതിങ്ങനെ ആവർത്തിച്ച് ജനങ്ങളെ പരാജയപ്പെടുത്തിയാണ് ഇത്തരത്തിൽ പേപ്പർ ലീക്കിലൂടെ. ഇപ്പൊ CBSEയുടെ നമ്മൾ കണ്ടു. ആ വിഷയമൊന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു 15-കാരനെ 17-കാരനെ പാകിസ്ഥാനി ടെററിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും മടിയില്ലാത്ത BJP സംഘപരിവാറിന്റെ അവർക്കിനി എത്ര കാലം ഇത് അങ്ങനെ തുടരാൻ പറ്റും? അതുകൊണ്ട് തുടരാനാവില്ല നിങ്ങൾക്കെന്നുള്ള സൂചന നൽകിയാണ് ഇന്നീ ചെറുപ്പക്കാർ ഇവിടെ ഇത്രയും വലിയ സംഖ്യയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ ചെയ്യുന്നത്.